ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര ഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ 1 മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കഴിഞ്ഞ 2 ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ 1 വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും DTPCകൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ്, ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൗജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് SPC പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ 4ാം സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലെത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി VD സതീശൻ നിറവേറ്റണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാലവർഷക്കെടുതിയും കടലാക്രമണവും മൂലം അരക്ഷിതാവസ്ഥയിലായ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി K മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. V മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന പത്തില കർക്കിടക ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.